പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് നാം വായിച്ച് കേൾക്കപ്പെട്ടത്. ലോകത്തിൻ്റെ ആരംഭം മുതൽ ലോകത്തിൻ്റെ അവസാനം വരെ വിളിച്ചു പറയുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. വ്യക്തമായി വചനം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ ചോദ്യങ്ങൾക്ക്, നമ്മുടെ സംശയങ്ങൾക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, നമ്മുടെ ആവശ്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരം കിട്ടണമെങ്കിൽ അത് മറ്റൊരു പുസ്തകത്തിലും തിരഞ്ഞാൽ ലഭിക്കത്തില്ല. അത് ലഭിക്കണമെങ്കിൽ വിശുദ്ധ വേദ പുസ്തകം അതിനകത്ത് എഴുതിയിരിക്കുന്നത് അന്വേഷിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം നാം താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, ഈ തെരുവെഴുത്തിലെ വചനങ്ങൾ വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 33.5 തിരുവയസ്സ് വരെയുള്ള ഈ ലോക ജീവിതത്തിൽ താൻ 3.5 വർഷക്കാലം തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഭൂതലത്തിൽ നിവർത്തിക്കേണ്ടതിന് യെരുശലേമിൻ്റെ തെരുവീഥികളിലും പട്ടണങ്ങളിലും ഒരുപോലെ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ ഭൂമിയുടെ ഉൾപ്പരപ്പിൽ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. അത് കേട്ടവരെല്ലാം അത് ഉച്ചത്തിൽ പറയുവാൻ തുടങ്ങി. അങ്ങനെ കേട്ട് വന്നവർ എല്ലാം യേശുവിൻ്റെ മഹത്വം കണ്ടു. ഈ നല്ല പകൽക്കാലം, ഈ വിശുദ്ധ ഞായറാഴ്ചയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യേശുവിൻ്റെ മഹത്വം ആരാഞ്ഞ് അറിഞ്ഞ് അത് കേട്ട് അതിൽ വിശ്വസിച്ച് കടന്നു വന്നവർ ഒരു സഭയായി കൂടി ദൈവത്തെ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുവാൻ തുടങ്ങി. ആരാധിക്കുന്ന സഭയുടെ നടുവിൽ വന്ന പരാജയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാനോട് പറയുക, മോനെ നീ എഴുതടാ, ഈ ലോകത്തുള്ള സകല സഭയിലെ സകല വിശ്വാസികളും പുരോഹിതന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമുണ്ട്, അത് ഈ ലോകത്തോട് പറയാ എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ എഴുതിയതാണ് സ്വത്രം. ഏത് സഭയ്ക്ക് വേണ്ടിയാ? എഫെസോസിലെ സഭയ്ക്ക് ഒരു ദൂത് എഴുതുകയാണ്. വായിച്ചോ. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചവൻ, 7 പൊന്നിലവുകളുടെ നടുവിൽ നടക്കുന്നവൻ, പൊന്നിലവുകളുടെ നടുവിൽ വസിക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നോക്ക്. ദൈവത്തിന്റെ വചനം പറയുക, ഞാൻ നിന്റെ പ്രവൃത്തി കണ്ടു, നീ കൊള്ളരുതാത്തവരെ സഹിച്ചതും അവരെ സ്നേഹിച്ചതും കണ്ടു, നിന്റെ നടപ്പ് ഞാൻ കണ്ടു, നീ ആയിരുന്ന എല്ലാ സാഹചര്യങ്ങളും ഞാൻ കണ്ടു, നല്ലത്, ഗുഡ്. പക്ഷേ നിന്നിൽ ഒരു കുറവ് ഞാൻ കാണുന്നു. നോക്ക്, കുറവുകളെ നികത്തി അതിനെ പരിഹരിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ മാത്രമേ സർവശക്തനായ കർത്താവിനോട് കൂടെ നിനക്ക് വസിപ്പാൻ കഴിയത്തുള്ളൂ. കുറവ് വെച്ചുകൊണ്ട് ഒരിക്കലും നീ ആഗ്രഹിക്കുന്ന സന്തോഷത്തിൻ്റെ പൂർണ്ണത നിനക്ക് ലഭിക്കുമെന്ന് നീ വിശ്വസിക്കരുത്. കുറവുകൾ ഏറ്റുപറഞ്ഞ് നീ ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, കൂട്ടുകാരിൽ പരമായി അവൻ നിന്നെ നിറയ്ക്കുമെന്ന്. സ്തോത്രം. കുഞ്ഞെ, നീ ഒരിക്കലും കുറഞ്ഞു പോകാൻ ആഗ്രഹ വ്യക്തിയല്ല, പിന്നെയോ നാൾക്ക് നാൾ നിറവ് പ്രാപിച്ച് അഭിവൃദ്ധി പ്രാപിച്ച് ദൈവത്തിന് മഹത്വമുള്ളവനായി ലോകത്തിന് വെളിച്ചമായി മാറുവാനാ കർത്താവ് നിന്നെ വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ ലോകത്തിന് മഹത്വമാകേണ്ട നീ നിന്റെ ജീവിതത്തിൽ വന്ന കുറവ് സ്വർഗം വിളിച്ചു പറയാ, ആദ്യ സ്നേഹത്തിൽ നിന്ന് നീ വീണു പോയിരിക്കുന്നു. സ്തോത്രം. എന്താണ് ആദ്യ സ്നേഹം? വചനം വ്യക്തമായി പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനത്രേ. എന്തുകൊണ്ടാണ് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത്? ജീവിതത്തിൻ്റെ വഴിത്താരയിൽ പലപ്പോഴും നീ ആഗ്രഹിച്ച നന്മ പറപ്പാൻ കഴിയാതെ നീ വീണു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ ഭാവിക്കണതിന് ഭാവിച്ചു എന്നിട്ട് നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം ആരാഞ്ഞ് അത് പ്രകാരം ജീവിക്കാൻ കഴിയാതെ ലോകത്തിലെ മോഹത്തിൻ്റെ പിന്നാലെ നീ വിരഞ്ഞോടുന്നത് കൊണ്ടാ നീ ആഗ്രഹിക്കുന്ന സന്തോഷമോ സമാധാനമോ നിനക്ക് പ്രാപിപ്പാൻ കഴിയാത്തത്. സ്വത്രം. എല്ലാം ഉണ്ടായിട്ടും എല്ലാവരും ഉണ്ടായിട്ടും നീ തോറ്റുപോയത് എവിടെയാണെന്നറിയാമോ? സ്തോത്രം. നിന്നെ സ്നേഹിച്ച ദൈവത്തെ നീ സേവിക്കാൻ മറന്നുപോയി. സ്തോത്രം.
ഇഷ്ടം പോലെ പണമുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല കുടുംബം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യം എല്ലാം ഉണ്ടായിട്ടും നിനക്ക് സന്തോഷിപ്പാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവസ്നേഹം നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് നീ ലോക സ്നേഹത്തിന്റെ പിന്നാലെ പോയി ലോകക്കാരെ സേവിപ്പാൻ നിന്ന് ദൈവത്തെ സേവിക്കാൻ മറന്നുപോയി. സ്വത്രം. കഷ്ടവും പ്രയാസവും ദുഃഖവും ദുരിതവും ഒക്കെ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നത് അത് പ്രകാരമാ. നീ ഇറങ്ങി തിരിച്ചപ്പോൾ നിന്റെ അകത്ത് ഒരു വലിയ ത്വരയുണ്ടായിരുന്നു, വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ കഷ്ടം മാറണം, എൻ്റെ കണ്ണുനീര് മാറണം, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ കുടുംബം ഉയർത്തപ്പെടണം, ഞാൻ സമൂഹത്തിൽ ഉന്നതനായി മാറണം. കുഞ്ഞെ, അത് തരാമെന്ന് പറഞ്ഞ സ്വർഗം നിന്നെ വിളിച്ചത്. ആ വിളി കേട്ടിട്ട നീ ഇറങ്ങിയത്. പക്ഷെ ഇറങ്ങി വന്ന് നീ ആഗ്രഹിച്ചത് പലതും നിന്റെ കരത്തിൽ ലഭിച്ചപ്പോൾ നീ ദൈവത്തിൽ നിന്ന് അകന്നു, ദൈവം നിന്നിൽ നിന്ന് അകന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല. എത്ര വട്ടം നിന്നെ ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ ചേർത്ത് പിടിക്കാൻ എനിക്ക് മനസ്സുണ്ടായെന്നറിയുമോ? എന്നാൽ നീയോ അകന്നു പോയി. സ്തോത്രം. ആരുമില്ല അതിരുന്നപ്പോൾ നിന്നെ തള്ളിക്കളയാതെ നിന്നെ ചേർത്ത് പിടിച്ച ദൈവം ഇന്ന് എല്ലാം ഉണ്ടായി, എല്ലാവരും ഉണ്ടായപ്പോൾ ആ ദൈവത്തെ മറന്ന് ലോകസ്നേഹത്തിന്റെ പിന്നാലെ, ലോകത്തിന്റെ മുന്നിൽ നീ ഓടുമ്പോൾ ഓർക്കണം കുഞ്ഞെ, ലോകക്കാരും നിന്നെ ഒരു വീഴ്ച വന്നാൽ ചേർത്ത് പിടിക്കുകയില്ല. നിന്നെ സ്നേഹിച്ചവർ, നിന്റെ മാതാപിതാക്കൾ, നിന്റെ സഹോദരങ്ങൾ നിന്റെ ബലം ക്ഷയിച്ചാൽ നിന്നെ കൊണ്ടൊന്നിനും കഴിയത്തില്ലെന്ന് കാണുമ്പോൾ നീ ഒരു രോഗക്കിടക്കിൽ ആണ്ട് കിടക്കുമെന്ന് ചിന്തിച്ചാൽ പിന്നെ നിന്നെ ചേർത്ത് പിടിക്കത്തില്ല. എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞു, അന്ത്യത്തോളം നിന്റെ കൂടെ ഞാനുണ്ടാകും, നിത്യതയോളം ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ എന്നോട് കൂടെ നിൽപ്പാൻ ആഗ്രഹിക്കുമെങ്കിൽ, നീ എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ, ഞാൻ നിന്നെ എനിക്ക് തുല്യമായി എന്നോട് കൂടെ ഇരുത്തും. സ്തോത്രം. നിന്നെ നീയാക്കി മാറ്റിയ, നീ എന്ന് പറഞ്ഞ വ്യക്തിയെ സമൂഹത്തിൽ ഉയർത്തി നിർത്തിയ, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ, നിന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ, രോഗം ശീലിച്ചവനും കടഭാരം വന്നവനും സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനുമായി മാറിയപ്പോൾ, ആരുമില്ല ദൈവമേ എന്നെ സഹായിപ്പാൻ ആരുമില്ലെന്ന് പറഞ്ഞ് നീ കരഞ്ഞു വിലപിച്ച നാളുകളെ ഇന്ന് പകൽക്കാലം നീ ഓർക്കണം. ആ കണ്ണുനീര് മാറിയപ്പോൾ, നിന്റെ ജീവിതത്തിൽ നീ അർഹിക്കാത്ത നന്മ വന്നപ്പോൾ, നീ കണ്ടിട്ടില്ലാത്ത സ്നേഹിതർ നിന്നെ തേടി വന്നപ്പോൾ, നിന്റെ വീടിന്റെ ചറ്റപ്പുര മാറിയപ്പോൾ, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറി, നീ ഉന്നതങ്ങളിൽ വാഹനമേറുവാറായപ്പോൾ, നീ മറന്നുപോയ ഒരു കാര്യമുണ്ട്. നിന്നെ ഇത്രത്തോളം ആക്കിയെടുത്ത ദൈവത്തെ നീ മറന്നതുകൊണ്ട് കുഞ്ഞെ നിനക്ക് കടന്നു പോകാൻ കഴിയാതെ നീ ബുദ്ധിമുട്ടുന്നത്. നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന ഉയർച്ച താഴ്ചയായി മാറിയത്, നീ ആഗ്രഹിച്ച സന്തോഷം അത് കണ്ണുനീരായി തീർന്നത്. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. എൻ്റെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിച്ച ആരുണ്ടോ അവരുടെ കണ്ണുനീര് തുടച്ചിട്ട് സന്തോഷത്തിന്റെ കരം പിടിച്ച് അവരെ ഭൂമിയുടെ അന്ത്യത്തോളം, ജീവിതത്തിന്റെ അന്ത്യത്തോളം നടത്തിയവനാ എൻ്റെ കർത്താവ്. അവൻ ഒരിക്കലും നിന്നെ വഴിയിലിട്ടേച്ച് പോകത്തില്ല. ലോകം നിന്റെ കൂടെ വന്നാൽ, അവർ നിനക്കൊരു ബലഹീനത വരുമ്പോൾ, നിനക്കൊരു കുറവ് സംഭവിക്കുമ്പോൾ നിന്നെ ഇട്ടേച്ച് പോകും. നിന്റെ കരത്തിലെ പണം തീരുമ്പോൾ നിന്റെ സ്നേഹിതർ നിന്നെ തള്ളിക്കളയും. ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, തള്ളിക്കളയാത്ത ഒരുവനുണ്ട്. അവൻ നിന്റെ കൂടെ നിന്നാലുണ്ടല്ലോ, ലോകം നിന്റെ കൂടെ വരും. സ്തോത്രം. എൻ്റെ യേശു കർത്താവിൽ നീ ആശ്രയിച്ചാൽ യേശു കർത്താവ് നിനക്ക് ആശ്രയമായിരിക്കും. മാത്രമല്ല നിന്നോട് കൂടെയുള്ളവർക്കും ആശ്വാസമായി അവൻ മാറും. നീ ഒരു അനുഗ്രഹമാകും. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, എല്ലാം മറന്ന് ലോകത്തെ വെട്ടിപ്പിടിക്കാൻ നീ ഓടുമ്പോൾ നടത്തിയ ദൈവത്തെയും കരുതിയ ദൈവത്തെയും നീ തള്ളിക്കളയുകയാണെന്ന് നീ മറന്നു പോകലു കുഞ്ഞെ. മുമ്പേ ദൈവത്തിൻ്റെ രാജ്യം നീ അന്വേഷിക്കുക. അങ്ങനെ നീ അന്വേഷിച്ചാലുണ്ടല്ലോ, നീ ആഗ്രഹിക്കുന്നതെല്ലാം നിന്റെ പിന്നാലെ വരും. സ്വത്രം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നതാണ്. തൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ പടകും വലയും വിട്ട് നിന്നെ അനുഗമിപ്പാൻ ഇറങ്ങി വന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? സ്തോത്രം. യേശു പറഞ്ഞ വാക്ക് കേട്ടിട്ടാണ് അവരത് ചോദ്യം ചോദിച്ചത്. എന്താ പറഞ്ഞത്? സ്തോത്രം. ആകാശത്തിലെ പറവകൾക്ക് കൂടും, കുഴിമുലുകൾക്ക് വീടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്ക്കാനിടമില്ല. സ്വത്രം. ഇത് കേട്ട ശിഷ്യന്മാർ നെഞ്ചത്ത് കൈവച്ചിട്ട് കർത്താവിനോട് ചോദിക്കുക, ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നു, നീ പറഞ്ഞത് കേട്ട് ഞങ്ങൾ നിന്നെ പിൻപറ്റുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും?
സ്തോത്രം. ഇന്ന് പകൽക്കാലം കുഞ്ഞെ, ഈ ലോകത്തിൽ ഒന്നും നീ നേടിയില്ലെങ്കിലും നിന്റെ ജീവിതമുണ്ടല്ലോ സന്തോഷകരമായിരിക്കുന്നെങ്കിൽ, ആരോഗ്യത്തോടെ ബലത്തോടെ തൃപ്തിയോടെ നീ ആയിരിക്കുന്നുവെങ്കിൽ, നിനക്ക് പിന്നിൽ വേണ്ടതും സ്വർഗം കരുതിയിരിക്കും. ആദ്യം നിന്റെ ആത്മാവിൻ്റെ വില എന്താണെന്ന് നീ തിരിച്ചറിയണം. അതിൻ്റെ മഹത്വം എന്താണെന്ന് നീ തിരിച്ചറിയണം. ഈ ലോകത്തിൽ പട്ടുപോകാനുള്ളവനല്ല നീ, പട്ടുപോകാനുള്ളവളല്ല നീ. ലോകത്തിൻ്റെ മോഹം നിന്നെ കൊണ്ടെത്തിക്കുന്നത് പാപത്തിലും ശാപത്തിലും നിത്യ നരക ജീവിതത്തിലും കൊണ്ടെത്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹമുണ്ടല്ലോ നിന്നെ നിത്യതയോളം എത്തിക്കും. അത് മാത്രമല്ല, ഈ ഭൂമിയിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി എന്താണോ നീ ചോദിക്കുന്നത്, അത് ചിന്തിക്കുന്നതിൽ ഉപരിയായി തന്നു നിറപ്പാൻ എൻ്റെ കർത്താവ് മതിയായവനാ. സഭയോട് പറയുക, നിനക്കെല്ലാം ലഭിച്ചപ്പോൾ നിന്നെ സ്നേഹിച്ച ദൈവത്തെ, നിന്നെ കരുതിയ ദൈവത്തെ നീ മറന്നിട്ട് ലോകമോഹത്തിലേക്ക് പോകാതെ മടങ്ങി വരാൻ പറയുക. സ്വത്രം. ഇന്ന് പകൽക്കാലം ദൈവ പൈതലെ, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ നൽകി തരാമെന്ന് പറഞ്ഞ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് സ്തോത്രം, എൻ്റെ നാമനിമിത്തം, ഈ സുവിശേഷ നിമിത്തം നീ സകലതും വിട്ടിറങ്ങിയെങ്കിൽ, സ്വത്രം, എന്നോടും ദൈവം പറഞ്ഞതാ, നീ വെക്കാത്ത വിട്ടിക്കടന്നുറങ്ങും, നീ വെട്ടാത്ത കിടന്ന് കോരിക്കുടിക്കും. കണ്ടിട്ടില്ലാത്ത ദേശത്ത് ഞാൻ നിന്നെ കൊണ്ടുപോയി അനുഭവിച്ചിട്ടില്ലാത്ത നന്മ ഞാൻ നിനക്ക് തരും. സ്തോത്രം. നിന്നിൽ ഭൂമിയിലെ നിന്നിൽ 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 നീ മൂലം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി ഗ്രഹമായിരിക്കും. കുഞ്ഞെ, ഈ ലോകത്തിൽ ഒരു ദേവന്മാരും പറഞ്ഞില്ല, ഒരു ഉന്നതന്മാരും പറഞ്ഞില്ല, ഒരു ഭരണാധികാരിയും പറഞ്ഞില്ല, ഒരു മന്ത്രിയും പറഞ്ഞില്ല. ഇത് പറഞ്ഞ ഒരുവനേ ഉള്ളു. അവൻ വിശ്വാസത്താൽ നിന്നോടുകൂടെ നടക്കുന്നുണ്ട്. അവൻ്റെ വാക്ക് കേട്ടനുസരിച്ച് നീ നടന്നാലുണ്ടല്ലോ, വഴിയിൽ നീ പട്ടുപോകത്തില്ല. നിന്റെ സന്തതി ആഹാരമിരുന്ന് നടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കഴിഞ്ഞ 60 വർഷം എന്നെ നടത്തിയ ദൈവം, എൻ്റെ കുഞ്ഞുങ്ങളെ നടത്തിയ ദൈവം, അപ്പനില്ല, അമ്മയില്ല, കൂടപ്പറപ്പുകളില്ല, സ്നേഹിതരില്ല, നാട്ടുകാരില്ല, വീട്ടുകാരില്ല, എന്നാൽ സ്വർഗത്തിലെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച ശുഭഭാവി എൻ്റെ തലമുറയ്ക്കും എനിക്കും സ്വർഗത്തിലെ ദൈവത്തിന് തരാൻ കഴിയുമെങ്കിൽ, ഈ പകൽക്കാലം സാക്ഷിയായി നിന്നുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, കുറഞ്ഞത് നോക്കിയല്ല നിങ്ങൾ പറയണത്, നിറവ് നോക്കി പറയണം. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ സകലതുമുണ്ട്, അവൻ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ അപ്പൻ്റെ സന്നിധി വിട്ട് ഞാൻ പിന്മാറുകയില്ലെന്ന് പറഞ്ഞ് കഷ്ടം സഹിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ഉപവസിച്ച് ദൈവത്തോട് കൂടെ നില്ല്. നീ ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത്, നിനക്ക് ഉപരിയായി 1000 മടങ്ങ് നന്മ തന്ന് നിനക്ക് നഷ്ടപ്പെട്ട സമയത്തിന്റെ വാല്യൂ എടുത്ത്, നിനക്ക് നീ കൊടുത്ത ദശാംശത്തിന്റെ കണക്കെടുത്ത്, നീ കൊടുത്ത സ്തോത്രം പറഞ്ഞ് വെള്ളം കൊടുത്ത ആ വെള്ളത്തിന്റെ കണക്കെടുത്ത്, നീ കൊടുത്ത ആഹാരത്തിന്റെ കണക്കെടുത്ത് 1000 മടങ്ങ് തന്ന് നിന്നെ മാത്രമല്ല, നിന്റെ സന്തതിയെ മാത്രമല്ല, അവരുടെ തലമുറയെ കൂടി അനുഗ്രഹിപ്പാൻ എൻ്റെ കർത്താവ് മതിയായവനാ. ഈ നല്ല പകലിൽ കുഞ്ഞെ, മനുഷ്യൻ പറയുന്നത് കേട്ട് അല്പലാഭത്തിന് വേണ്ടി സാഹചര്യങ്ങൾക്ക് മാറുന്ന വിശ്വാസിയാകരുത് നീ. അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞ് ഒന്ന് നിന്നു നോക്ക്. നിന്നെ ദേശത്ത് എൻ്റെ സ്വർഗം ഉയർത്തി മാനിക്കും. നിന്റെ സന്തതി രാജ്യങ്ങൾ കീഴടക്കും. നിന്റെ കൂട്ടാളി തല ഉയർത്തി നിന്നുകൊണ്ട് പറയും, ഞങ്ങൾ സേവിച്ച ദൈവം ഞങ്ങളെ ഉയർത്തിയെന്ന്. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം നിന്നെ താഴ്ത്താനല്ല വിളിച്ചത്, നിന്റെ താഴ്ചയിൽ നിന്ന് നിന്നെ ഉയർത്താനാണ് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, നിങ്ങൾ തിരിച്ചറിയണം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-17 വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സ്വത്രം ദൈവത്തിൻ്റെ മന്ദിരം, സ്വത്രം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. കുഞ്ഞേ, നിന്റെ ശരീരമുണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ മന്ദിരമാണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. നിന്റെ കൈകൾക്കും കാലുകൾക്കും നിന്റെ ശരീരത്തിനും മനസ്സിനും ഒരു കുഴപ്പവും സംഭവിക്കാതെ ഇന്നുവരെ നിന്നെ കാത്ത ദൈവത്തിന് മഹത്വം കൊടുക്ക്. സ്വത്രം, ഇന്നുവരെ കൊണ്ടുവന്ന ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇനി പോകാൻ പോകുന്ന വഴിയിൽ ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെ ഇരിക്കണതിന് ആ ദൈവത്തോട് പറ, കർത്താവേ, നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ നീ എന്നെ അയക്കല്ലേ എന്ന് പറ. ഒരു വാക്യം കൂടി വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം സ്വത്രം 3-ാം അധ്യായം 17-18 പെട്ടെന്ന് വായിച്ച് നമുക്ക് നിർത്താം. 1 പത്രോസ് ലേഖനം 3-ാം അധ്യായം 17-18. നിങ്ങൾ ഈ ഭൂമിയിൽ കഷ്ടം സഹിക്കണമെന്ന് ദൈവം
ആഗ്രഹിക്കുന്നെങ്കിൽ സ്വത്രം നിങ്ങൾ ഈ ഭൂമിയിൽ കഷ്ടം സഹിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ സ്വത്രം നിങ്ങൾ ദോഷം ചെയ്തിട്ട് കഷ്ടം സഹിക്കാൻ ഇടവരരുത്. സ്വത്രം നന്മ ചെയ്തിട്ട് സ്വത്രം കഷ്ടം സഹിക്കാൻ തയ്യാറാവണം. സ്വത്രം എൻ്റെ ദൈവം സ്വത്രം തിന്മ പ്രവർത്തിക്കുന്നവനല്ല, നന്മ പ്രവർത്തിക്കുന്നവനാ. എൻ്റെ ദൈവം താഴ്ത്തുന്നവനല്ല, ഉയർത്തുന്നവനാ. എൻ്റെ ദൈവം കൈവിടുന്നവനല്ല, കരുതുന്നവനാ. എൻ്റെ ദൈവം തള്ളിക്കളയുന്നവനല്ല, ചേർത്ത് പിടിക്കുന്നവനാ. ലോകം പറയും, ഇല്ല നീ ഒരിക്കലും ഉയരത്തില്ല. ലോകർ പറയും, നീ നന്മ കാണത്തില്ല. പിശാച് പറയും, നിന്റെ സന്തതി ഉയർന്നു വരത്തില്ല. സ്വത്രം നിന്റെ സ്നേഹിതർ പറയും, നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. എന്നാൽ എൻ്റെ യേശു പറഞ്ഞതേ, സ്വത്രം ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം ഒരനർത്ഥവും നിനക്ക് വന്ന് ഭവിക്കത്തില്ല. ഒരല്ലേ പറയെങ്കിൽ പറ. സ്വത്രം. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം കൂടി വായിച്ച് നമുക്ക് നിർത്താം. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. സ്വത്രം. യേശു എൻ്റെ ദൈവമോ. സ്വത്രം. സ്വത്രം. ഇന്ന് പകലിൽ വ്യക്തമായി നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഞാൻ പറയുക, നിങ്ങൾ ആ ബൈബിൾ വായിക്കുമ്പോൾ ആ വാക്ക് പറയും. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട്. സ്വത്രം. സ്വത്രം. അമ്മ വായിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ, നിങ്ങളുടെ ദൈവം. അപ്പം എന്നോട് ദൂത് പറയുക, ഇന്ന് പകലിൽ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ദൂത് പറയുക, നിങ്ങളുടെ ദൈവം. സ്വത്രം. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ലോകത്തു നിന്ന് എടുത്തു തരുമെന്നല്ല പറഞ്ഞത്. സ്വത്രം. അവിടുത്തെ പ്രമാണിയുടെ കയ്യിൽ നിന്ന്, ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ റേഷൻ കടയുടെ ഗോഡമണിൽ നിന്ന് എടുത്തു തരുമെന്നല്ല പറഞ്ഞത്. സ്വത്രം. ഇനി പോട്ടെ, ഇവിടുത്തെ സ്റ്റേറ്റ് ബാങ്കിൽ, സ്വിസ് ബാങ്കിൽ നിന്ന് എടുത്തു തരുമെന്നല്ല പറഞ്ഞത്. അതെല്ലാം തീർന്നു പോകും കുഞ്ഞെ. സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്ന്, തീർന്നു പോകാത്ത സ്വർഗീയ കൂടാരത്തിൽ നിന്ന്, അവൻ്റെ മഹത്വത്തിൻ്റെ മഹിമയുടെ ധനത്തിനൊത്തവണ്ണം. യെസ്. സ്വത്രം. ഒരു അല്ലല്ലേ പറയെങ്കിൽ പറ. സ്വത്രം. സ്വർഗത്തിലെ മഹത്വം എങ്ങനെയോ അതുപോലെ നിന്റെ ബുദ്ധിമുട്ടുകൾ തീർത്ത് അവൻ നിന്നെ ഉയർത്തും. സ്വത്രം. നിന്നെ മാനിക്കും. എല്ലാ കണ്ണുകളും അടയട്ടെ. സ്വത്രം. നിന്റെ കുഞ്ഞിനെ ഓർത്ത് നീ കുറേ നാളുകളായി കരയുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ ഭാവി എന്താകുമെന്നോർത്ത് നീ പല വാതിലും മുട്ടിയിട്ട് ഒരു നല്ലൊരു ഭാവിയുടെ തലമൊരുക്കിയെടുക്കാൻ ശ്രമിച്ചിട്ട് നിന്നെ കണ്ടവർ കൈമലർത്തി സോറി പറഞ്ഞു. സ്വത്രം. നിന്റെ രോഗത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് കണ്ടവർ പലരും, കൂടെ നിന്നവർ പലരും പിൻവാങ്ങിപ്പോയി. നിന്റെ കലവറുടെ ശൂന്യത കണ്ടിട്ട് നിന്റെ ഭവനത്തിൽ ആരും വരാതെയായി. സ്വത്രം. നിന്റെ കൂട്ടാളിയുടെ ഇല്ലായ്മ കണ്ടിട്ട് സ്നേഹിതരെല്ലാം അകന്നുപോയി. പക്ഷെ സ്വർഗം പറയുക, ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. കാരണം ലോകത്തെ തള്ളി നീ എൻ്റെ മകനും മകളുമായി മാറുവാൻ തീരുമാനിച്ച ആ ദിവസം, യേസ്, വെള്ളത്താലും ആത്മാവിനാലും നീ ജനിച്ച ദിവസം, എന്നെ രക്ഷകനായി നീ സ്വീകരിച്ച ദിവസം, ഞാൻ നിനക്ക് വേണ്ടി കരുതിയ നന്മ അന്നു മുതൽ ശ്രേഷ്ഠകരമായി വർദ്ധിച്ച് എൻ്റെ സന്നിധിയിലുണ്ട് കുഞ്ഞേ. നീ പറഞ്ഞ സ്തോത്രങ്ങൾക്കും നീ ആരാധിച്ച ആരാധനകൾക്കും നീ കൊടുത്ത നന്മകൾക്കും 1000 മടങ്ങ് പ്രതിഫലവുമായി ഈ ഭൂമിയിൽ നിന്നെ മാനിക്കാതെ ഇവിടെ നിന്ന് നിന്നെ മാറ്റത്തില്ല. എൻ്റെ ദൈവം സ്വത്രം ഇങ്ങനെ പറയുക, ഈ ഭൂമിയിൽ നീ അനാഥനാകാതെ ഇരിക്കണതിന്, ഈ ഭൂമിയിൽ നീ നിന്റെ കുടുംബവും നിന്റെ സന്തതി നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കണതിന് ലോകത്തിലേക്കല്ല നോക്കേണ്ടത്, ലോക ബാങ്കിനെ അല്ല നോക്കേണ്ടത്, ലോക മനുഷ്യനെ അല്ല നോക്കേണ്ടത്, പാസ്റ്ററെ അല്ല നോക്കേണ്ടത്, കൂട്ടുവിശ്വാസി അല്ല നോക്കേണ്ടത്, സർവശക്തനായ ദൈവത്തിലേക്ക് നോക്ക്. സർവശക്തനായ ദൈവത്തിലെ വചന
വചനം വ്യക്തമായി പറയുന്നു, മനുഷ്യൻ ദൈവത്തിന്റെ പേരിൽ നാൽക്കാലികളെ, ഇഴവാദികളെ, പറവജാതികളെ ഉണ്ടാക്കി ദൈവത്തിന്റെ രൂപസാദൃശ്യത്തിൽ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി അവയെ വണങ്ങുമ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവപ്പതിലെ നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങുന്നത് നീ കാണാൻ പോകുക. നിന്റെ സന്തതിക്ക് വേണ്ടി സ്വർഗം പ്രവൃത്തി വെളിപ്പെടുത്തുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകുക. ഓ റബല ശഗന വാതുകെട്ടി മന്ത്രവാദങ്ങളും തന്ത്രവാദങ്ങളും ചെയ്ത് നിന്നെ ഒതുക്കുമെന്ന് പറഞ്ഞ്, നിന്റെ സന്തതിയെ വഴിയിൽ തകർക്കുമെന്ന് പറഞ്ഞ്, നിന്റെ കൂട്ടാളിയെ രോഗം കൊണ്ടുവന്ന് ഇല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് കണ്ണുനീരോടെ നിന്നെ പറഞ്ഞയക്കുമെന്ന് പറഞ്ഞ പിശാചുണ്ടല്ലോ, നിന്റെ മുമ്പിൽ തോൽക്കും, നിന്റെ മുമ്പിൽ തോക്കും. കാരണം നിന്റെ മേൽ പകർന്ന ആത്മാവിന്റെ ശക്തി അതാ. ആ ആത്മാവിന്റെ അഭിഷേകത്താൽ ഇന്ന് പകൽക്കാലം നീ പറഞ്ഞു തുടങ്ങ്, പിശാചേ, നിനക്ക് എൻ്റെ മേലോ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലോ, എൻ്റെ കൂട്ടാളിയുടെ മേലോ, എൻ്റെ ഭവനത്തിന് മേലോ, ഓ എൻ്റെ നന്മയുടെ മേലോ നിനക്ക് അവകാശമില്ല, വിട്ടുപോ എന്ന് നീ പറയാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ നാവിൽ നിന്ന് ആ പിശാചിന്റെ തലയെ ചവിട്ടുവാൻ അധികാരം പ്രാപിച്ചുകൊണ്ട് നീ കൽപ്പിക്കുമെങ്കിൽ ഈ പകലിൽ നീ കാണാൻ പോകുന്നത് ഒരു അത്ഭുതമാ. ഈ പകൽക്കാലം നീ കാണാൻ പോകുന്ന അത്ഭുതമാ. ലോകം പകച്ചപ്പോൾ, മനുഷ്യർ തള്ളിയപ്പോൾ സകലതും നിവർത്തിയായെന്ന് പറഞ്ഞ് കാൽവറി ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശു പറയുക, നിന്റെ മക്കളുടെ കണ്ണുനീരിന് പരിഹാരമായി, നിന്റെ മക്കളുടെ ശാപത്തിന് പരിഹാരമായി, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ എത്തിപ്പെടുന്ന സകല പൈശാചിക പ്രവർത്തികൾക്കും പരിഹാരമായി. ഇനി അവർ ശാപഗ്രസ്തരല്ല, ഇനി അവർ പാപത്തിന് അടിമയല്ല, ഇനി അവർ ലോകത്തിന്റെ ശാപം പേറുന്നവരല്ല, അവർ ദൈവത്തിന്റെ മഹത്വം വഹിക്കുന്നവരാ. ഇന്ന് പകൽക്കാലം കുഞ്ഞെ, നീ സാധാരണ വ്യക്തിയല്ല കുഞ്ഞെ, നീ ദൈവത്തിന്റെ മഹത്വം വഹിക്കുന്നവനാ, നീ ദൈവത്തിന്റെ കൂടെ നടക്കുന്നവനാ. നിന്നോടുകൂടെ ദൈവം ഉള്ളത് കൊണ്ട് നീ തോറ്റുപോകത്തില്ല. സ്വത്രം. ആകയാൽ കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്കും പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ നമുക്ക് മുന്നേറാം. സ്വത്രം. എല്ലാ കുറവുകളും പരിഹരിച്ച് കഴിഞ്ഞ രാത്രിക്കാലം നീ കിടന്നുറങ്ങിയപ്പോൾ നിന്റെ സമപ്രായത്തിലുള്ള അനേകർ ഈ ലോകത്തുനിന്ന് മരണം വഴിയായിപ്പോയി. സ്വത്രം. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു അനർത്ഥം വന്ന് ഭവിക്കാമായിരുന്നു, എന്നാൽ നമ്മുടെ കുടുംബങ്ങളെ വിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ട് അകന്നുപോയി. കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിനകത്ത് ചൗവനക്കാരായ കുഞ്ഞുങ്ങൾ 23, 25, 30 വയസ്സുള്ള തലമുറകൾ വഴിമധ്യത്തിൽ ചതഞ്ഞരഞ്ഞപ്പോൾ നിന്റെയും എൻ്റെ തലമുറ അങ്ങനെ ആകാതെ ഇന്ന് പകൽക്കാലം ജീവനോടെ ഇരിക്കുന്നെങ്കിൽ കുഞ്ഞെ, ദൈവത്തിൻ്റെ കരുണയാ. അത് നീ തിരിച്ചറിയണം. വാഹനത്തിൽ നീ പോയപ്പോൾ, ഞാൻ പോയപ്പോൾ എന്നെ കാത്തുപരിപാലിച്ച ആ ദൈവത്തിൻ്റെ സ്നേഹമാ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്നേ. അത് നഷ്ടപ്പെടുത്തി കളയല്ലേ. സർവശക്തന്റെ ബലമുള്ള കരത്തിൽ നിന്നെ താഴ്ത്തിക്കൊടുക്ക്, അവൻ തക്ക സമയത്ത് ഉയർത്തും. ആ വിശ്വാസത്തോടെ അവൻ്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ,